നമസ്കാരം. പതിരും കതിരും. ആൺകരുത്തുള്ള മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് ആൺകരുത്തുള്ള പ്രതിമ നൽകണമെന്നും പെൺപ്രതിമ നൽകി പ്രലോഭിപ്പിക്കരുതെന്നും പറഞ്ഞ ഒരു നടനുണ്ട് മലയാള സിനിമയിൽ. ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത പെൺപ്രതിമ കണ്ടപ്പോൾ പ്രലോഭനമുണ്ടാകുന്ന അലൻസിയറെ പോലുള്ള നടന്മാരാണ് ഈ മലയാള സിനിമയിലുള്ളതെങ്കിൽ ഹേമ കമ്മിറ്റി കണ്ടെത്തിയതിലൊന്നും വലിയ അത്ഭുതമില്ല. റിപ്പോർട്ടിലെ വില്ലന്മാരായ സംവിധായകരെയും നടന്മാരെയും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ സാമുദ്രിക ശാസ്ത്ര ലക്ഷണപ്രകാരം കാര്യം പറയുമ്പോഴേ നമുക്ക് പിടികിട്ടുന്ന ചില നടന്മാരും നടികളുമൊക്കെയുണ്ട്. അതിലൊരാളെപ്പറ്റി റിപ്പോർട്ടിലെ പരാമർശം ഇങ്ങനെയാണ്: തൻ്റെ അവസരം നഷ്ടപ്പെടുത്താൻ സീരിയൽ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ ഇടപെട്ടു അത്രേ. അതോടെ സീരിയലിലും ആ നടന് പണിയില്ലാതായി. അഭിനേതാക്കളുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ആരാണെന്ന് ഈ നാട്ടിലെ നാട്ടാനകൾക്ക് വരെ നല്ലതുപോലെ അറിയാം. ഉമ്മൻചാണ്ടിയുടെ പണി വരെ കളഞ്ഞ പുള്ളിയാണത്. സിനിമയിൽ സജീവമായ നടൻ തന്നെയാണ് ആത്മയുടെ പ്രസിഡന്റ് എന്നും വാർത്തകൾ പറയുന്നു. എന്നിട്ടും ആളെ പിടികിട്ടിയില്ലെങ്കിൽ ഒരു ക്ലൂ കൂടി കൊടുക്കാമായിരുന്നു. ആളിപ്പോൾ പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്. എൻ്റെ പൊന്നോ, ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ വേണ്ട. ഈ പുള്ളിയല്ലേ കഴിഞ്ഞ ദിവസം ഒരു സന്യാസിക്ക് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുത്തത്? ആ സ്വാമി പറയുന്നത്, ഞാനുണ്ടാക്കിയ ചിക്കൻ കറി കുറേ കഴിച്ചയാളാണ് എന്നെക്കൊണ്ട് മന്ത്രം ചൊല്ലിക്കാൻ ഇറങ്ങിയതെന്നാണ്. WCC സ്ഥാപകരിൽ ഒരാൾ കാലുവാരിയെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു പരാമർശം. സിനിമയിൽ നടിമാർ ലൈംഗിക ചൂഷണം നേരിടുന്നതായി ആ പാവത്തിന് കേട്ടറിവ് പോലുമില്ല. സിനിമയിൽ അവസരം പോകാതിരിക്കാൻ പുരുഷപക്ഷം ചേർന്ന ആ നടി ആരായിരിക്കും? അതാരായാലും സ്വന്തം അവസരം നഷ്ടപ്പെടുമെന്നായപ്പോൾ അവർ പോസ്റ്റ് മാറി ഗോൾ അടിച്ചു. അതിൻ്റെ പ്രയോജനം അവർക്കിപ്പോഴും മലയാള സിനിമയിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ചരിത്ര നിമിഷം ആഘോഷിക്കാൻ ഓൺലൈൻ യോഗം ചേർന്നവരുടെ കൂട്ടത്തിൽ ചില സമത്വവാദികളെ കാണാനുമുണ്ടായിരുന്നില്ല. യോഗം കൂടിയവർക്കാകട്ടെ ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലതാനും. എന്തായാലും കമ്മിറ്റി അംഗമായ നടി ശാരദ തന്നെ പറഞ്ഞത് കാസ്റ്റിംഗ് കൗച്ച് സംസ്കാരം പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നാണ്. അഭിനയിക്കാൻ വരുന്ന നടികളെ കിടക്കയിലേക്ക് ക്ഷണിക്കുന്ന പരിപാടിയെ സംസ്കാരമെന്ന് വിശേഷിപ്പിച്ചത് ഇത്തിരി ഓവറായില്ലേ ശാരദാമ്മേ? പക്ഷേ ഇതൊന്നും കേട്ടിട്ടില്ലാത്ത WCCയുടെ ആ സ്ഥാപക നടി കാഞ്ഞ ബുദ്ധിയുള്ള ഒരു നിഷ്കളങ്ക തന്നെ. റിപ്പോർട്ടിൽ പറയുന്നത് അതും പ്രമുഖ നടിയാണെന്നാണ്. പുറത്തുവിടാതെ പൊതിഞ്ഞു വെച്ച 60 പേജ് എടുത്ത് ആരെങ്കിലും ആൺകരുത്തുള്ള നമ്മുടെ മുഖ്യമന്ത്രിയെ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടാകണം. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഭരണാധികാരിക്ക് മുമ്പിലാണ് തങ്ങളെ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നോർത്ത് ഹേമ കമ്മിറ്റിക്ക് സമാധാനിക്കാം. അത്രയേറെ നിലപാടുള്ള ഒരു സർക്കാരാണിത്. മെഡിക്കൽ കോളേജിലെ ICUവിൽ പീഡിപ്പിക്കപ്പെട്ട വീട്ടമ്മയെയും അവർക്ക് പിന്തുണ നൽകിയതിൻ്റെ പേരിൽ നാടുകടത്താൻ വിധിക്കപ്പെട്ട നഴ്സിൻ്റെയും കഥ മാത്രം മതി സാക്ഷര കേരളത്തിൻ്റെ നിലപാടിൻ്റെ കട്ടിയറിയാൻ. എന്തിനേറെ പറയണം, ഒരു DYFIക്കാരെ പീഡിപ്പിച്ച മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ താലോലിച്ച് KTDCയുടെ ചെയർമാൻ സ്ഥാനത്തിരുത്തിയ ധീരമായ സർക്കാരാണിത്. തഴുകലേറ്റ ശശി കോടീശ്വരനായപ്പോഴാണ് കട്ടത് മതിയെന്ന് പറഞ്ഞ് പാർട്ടി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. നിയമസഭയിൽ വീണ ജോർജ് പ്രസംഗിക്കുമ്പോഴേ ഉള്ളൂ ഈ സ്ത്രീ സുരക്ഷയൊക്കെ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അവരുടെ സഖാത്തികൾക്കുള്ള സുരക്ഷയാണ്. വീണ ജോർജ്, ചിന്താ ജെറോം, KK ലതിക, R ബിന്ദു, വീണ തൈക്കണ്ടി, മേയറൂട്ടി എന്നീ സ്ത്രീകളാണ് സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന പാർട്ടിയിലെ സ്ത്രീകൾ. ഒപ്പം നിന്നാൽ ഒത്തുപോകാം, ഇത്രയേ ഉള്ളൂ എവിടെയാണെങ്കിലും അവസ്ഥ. ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല. 4.5 വർഷം ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ച് അതിൻ്റെ 60 പേജുകൾ പിന്നെയും വായിച്ച് സായുജ്യമടഞ്ഞ ഈ സർക്കാരാണ് സാറേ സർക്കാർ. ചുമ്മാതാണോ പിണറായി വിജയൻ്റെ നട്ടല് വാഴ്ത്തലും കീർത്തനങ്ങളുമായി ഒരുമാതിരിപ്പെട്ട നടന്മാരും സംവിധായകരുമൊക്കെ കൂമ്പ് വളച്ച് നിൽക്കുന്നത്?